വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ബിലോ. അതായത് താഴെ ഫിഗറിൽ ഒരു ആർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ റെഡ് കളറിൽ അല്ലേ. അപ്പോൾ ഈ ആർക്ക് സർക്കിളിൻ്റെ എത്ര പാർട്ടാണ് ആ ഫ്രാക്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാർട്ട് ഓഫ് ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട് ഓഫ് സെൻട്രൽ ആംഗിൾ ആണ് അല്ലേ. പാർട്ട് ഓഫ് സെൻട്രൽ ആംഗിൾ മെയ്ഡ് ബൈ ആർക്ക്. അതായത് ഈ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അത് എത്രയാണ്? അതിന് വേണ്ടിയിട്ട് ഈ സർക്കിളിൻ്റെ സെൻറ്റർ നമുക്ക് ഏകദേശം ഇതാണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം ആർക്കിൻ്റെ എൻസിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ. ഓക്കെ, അതെത്രയായിരിക്കും? ആർക്ക് സർക്കിളിൽ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 40 ഡിഗ്രിയാണ്. അപ്പോൾ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അതിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ 2 × 40 അത് എത്രയാണ്? 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്താ? 2 × 40 ഡിഗ്രിയാണ്, അതായത് 80 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പാർട്ടാണ് അല്ലേ. പാർട്ട് എന്ന് പറഞ്ഞാൽ എത്ര ഭാഗം. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ, സെൻറ്ററിലുള്ള ടോട്ടൽ ആംഗിൾ എത്രയാണ്? നമുക്കറിയാം ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആണല്ലോ. അപ്പോൾ ആ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും അല്ലേ. അതിൽ ആർക്കിൻ്റെ പാർട്ട് വരുന്നത് ഈ 80 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ പാർട്ട് എന്ന് പറഞ്ഞാൽ 80 ഔട്ട് ഓഫ് ടോട്ടൽ 360 ഡിഗ്രി അല്ലേ. ടോട്ടലായ 360 ഡിഗ്രി പാർട്ടിൽ നിന്നും 80 ഡിഗ്രി പാർട്ടാണ് നമ്മുടെ ആർക്കിനുള്ളത് സെൻറ്ററിൽ. അപ്പോൾ പാർട്ട് എന്ന് പറയുന്നത് എന്താ? 80 ഔട്ട് ഓഫ് 360 അല്ലേ. 80 ഡിഗ്രി ബൈ 360 ഡിഗ്രി, ഇതാണ് പാർട്ട്. അതെത്രയാണ്? ന്യൂമറേറ്ററുള്ള 0യും ഡിനോമിനേറ്റർ ഒരു 0യും കൂടി ക്യാൻസൽ ചെയ്യാം. ലാസ്റ്റ് വരുന്ന 2 zeros ക്യാൻസൽ ചെയ്യാം. ബാക്കി 8/36 ആണ്. 8 എന്ന് പറഞ്ഞാൽ 4 × 2 ആണ്. ബൈ 36 എന്ന് പറഞ്ഞാൽ 4 × 9 ആണ്. അപ്പോൾ ന്യൂമറേറ്ററുള്ള 4ഉം ഡിനോമിനേറ്ററുള്ള 4ഉം കൂടി ക്യാൻസൽ ചെയ്യാൻ ബാക്കിയുള്ള എന്താ? 2/9. അപ്പോൾ 2/9 ആണ് ഈ ആർക്കിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, when the corner of a bent wire is placed at the center of the circle, 1/10 of the circle was contained within it. If the corner of the wire is placed on a point of the circle, as in the second picture, what fraction of the circle would it contain? What if it is placed at a point on another circle as in the third picture? അതായത് ഒരു വയർ, ഈ റെഡ് കളറിലുള്ള വയറാണ്. ആ വയർ ബെൻഡ് ചെയ്തിട്ട് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വയറിനിടയിൽ വരുന്ന സർക്കിളിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ 1/10 പാർട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സെയിം വയർ ഈ സെയിം സർക്കിളിൻ്റെ തന്നെ ഒരു പോയിന്റിലാണ് അതിൻ്റെ കോർണർ വെച്ചിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ഈ വയറിനിടയിൽ വരുന്ന പാർട്ട് എത്രയാണ്? അതായത് ഇത്രയും പാർട്ട് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ പിക്ചറിൽ ഒരു ഗ്രീൻ കളർ മറ്റൊരു സർക്കിളുണ്ട്. അതിലെ ഒരു പോയിന്റിലാണ് ഈ വയറിൻ്റെ കോർണർ കൊണ്ട് വെച്ചിരുന്നെങ്കിൽ ആ സർക്കിളിൻ്റെ എത്ര പാർട്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പിക്ചർ നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ എന്താണ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ? ഈ വയർ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക്. അതിനിടയിൽ വരുന്ന സർക്കിളിൻ്റെ പാർട്ട് ഇത്രയും പാർട്ടാണല്ലോ. അത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ പാർട്ട് 1/10 ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആംഗിളിൻ്റെ പാർട്ടും അത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ 1/10 ഇൻറ്റു എത്രയാണ് ടോട്ടൽ? ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ സെൻറ്ററിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. 1/10 ഇൻറ്റു 360 ഡിഗ്രി, 360 ഡിഗ്രിയുടെ 1/10 പാർട്ട് അതെത്രയാണ്? ന്യൂമറേറ്ററിൽ ലാസ്റ്റ് വരുന്ന 0യും ഡിനോമിനേറ്ററിൽ ലാസ്റ്റ് വരുന്ന 0യും ക്യാൻസൽ, ബാക്കി 36 ആണല്ലേ. 36 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 36 ഡിഗ്രിയാണ്. ഇനി സെക്കൻഡ് പിക്ചർ നോക്കാം. ഇതിൽ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ പാർട്ടാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആംഗിൾ എന്താണ്? 36 ഡിഗ്രി തന്നെയാണ്, ചേഞ്ച് ഒന്നുമില്ല അല്ലേ. അപ്പോൾ പാർട്ട് എന്ത് വരും? പാർട്ട് എന്ന് പറയുന്നത് ഈ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പാർട്ടാണ്. അപ്പോൾ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? സെൻറ്റർ നമുക്ക് ഇവിടെ ആണെങ്കിൽ O എന്ന് മാർക്ക് ചെയ്യാം. ഓയിൽ നിന്നും ഈ ആർക്കിൻ്റെ എൻസിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ.
ഓക്കെ, ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഈ 36ന്റെ ഡബിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 36 ഡിഗ്രി അത് എത്രയാണ്? 72 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് പിക്ചറിൽ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എന്ന് പറയുന്ന എന്താണ്? 2 ഇൻറ്റു 36 ഡിഗ്രി, അതായത് 72 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ പാർട്ട് ഓഫ് ആർക്ക് എത്രയാണ്? ആർക്ക് എത്ര പാർട്ട് ഉണ്ടാവും? സെൻട്രൽ ആംഗിളിൻ്റെ അതേ പാർട്ടാണ്. സെൻട്രൽ ആംഗിളിൻ്റെ പാർട്ട്, സെൻട്രൽ ആംഗിൾ എത്രയാണ്? 72 ഡിഗ്രി അല്ലേ? സോ 72 ഡിഗ്രി ബൈ ടോട്ടൽ. ടോട്ടൽ എത്രയാണ്? ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ ഒ എന്ന സെൻറ്ററിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ 72 ബൈ 360 ഡിഗ്രിയാണ് പാർട്ട്. 72 ബൈ 360 ഡിഗ്രി എത്രയാണ്? 72 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ഇൻറ്റു 8 ആണ് 72 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 9 ഡിഗ്രി ഇൻറ്റു 8 ബൈ 360 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? 9 ഡിഗ്രി ഇൻറ്റു 40 ആണ് എന്ത്? 360 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ? കാരണം 9 ഇൻറ്റു 40 360 ഡിഗ്രിയാണ്. അപ്പോൾ ന്യൂമറേറ്ററുള്ള 9 ഡിഗ്രിയും ഡിനോമിനേറ്റർ 9 ഡിഗ്രിയും ക്യാൻസൽ ചെയ്യാൻ ബാക്കിയുള്ള 8 ബൈ 40 ആണ് അല്ലേ? 8നെ നമുക്ക് 8 ഇൻറ്റു 1 എന്ന് എഴുതാം, ബൈ 40യെ നമുക്ക് 8 ഇൻറ്റു 5 എന്ന് എഴുതാം അല്ലേ? കാരണം 8 ഇൻറ്റു 5 40 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 8ഉം ഡിനോമിനേറ്ററിലുള്ള 8ഉം കൂടി ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താ? 1/5 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പാർട്ടാണ് ആർക്കിനുള്ളത് സെക്കൻഡ് പിക്ചറിൽ. ഇനി തേർഡ് പിക്ചറിൽ ആർക്കിൻ്റെ പാർട്ട് കണ്ടുപിടിക്കാം. തേർഡ് പിക്ചർ. അപ്പോൾ തേർഡ് പിക്ചറിൽ ഈ സെയിം വയർ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ? ആംഗിൾ 36 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ ഈ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? അത് കാണാൻ വേണ്ടിയിട്ട് സെൻറ്റർ നമുക്ക് ഇവിടെയാണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സി ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ സിയിൽ നിന്നും ഈ ആർക്കിൻ്റെ എൻസിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് സെൻറ്ററിലെ ആംഗിൾ, ഈ ആർക്കിൻ്റെ സെൻറ്ററിലെ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? ഈ 36ന്റെ ഡബിൾ തന്നെയാണല്ലോ അല്ലേ? അത് എത്രയാണ്? 72 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എന്താ? 72 ഡിഗ്രി തന്നെയാണ്. 2 ഇൻറ്റു 36 ഡിഗ്രിയാണ്, അതായത് 72 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ പാർട്ട് ഓഫ് ആർക്ക് എന്ന് പറയുന്നത് എന്താണ്? പാർട്ട് ഓഫ് ആർക്ക് എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിൾ എത്ര? 72 ഡിഗ്രി അല്ലേ? അപ്പോൾ 72 ഡിഗ്രി ബൈ ടോട്ടൽ. ടോട്ടൽ എത്ര? 360 ഡിഗ്രി അല്ലേ? സി എന്ന സെൻറ്ററിന് ചുറ്റുമുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് ടോട്ടൽ 360 ഡിഗ്രി. ഓക്കെ, അതെത്ര നമുക്ക് ഓൾറെഡി കിട്ടിയല്ലോ. 72 ഡിഗ്രി ബൈ 360 ഡിഗ്രി എത്ര? 1/5 തന്നെയാണ്. ഓക്കെ, in each picture below, central angle of an arc of a circle is shown. In each, calculate the angles which the arc makes at other 2 points. അതായത് താഴെ ഫിഗറിൽ രണ്ട് ആംഗിൾസ്, ഓരോ പിക്ചറിലും 2 ആംഗിൾസ് വീതം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പിക്ചറിന് ABCD എന്ന് നെയിം ചെയ്യാം, സെൻറ്ററിന് O എന്ന് മാർക്ക് ചെയ്യാം. അടുത്ത പിക്ചറിന് PQRST എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പിക്ചർ നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ 2 ആർക്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ADC എന്ന ആർക്ക്, മറ്റൊരു ആർക്ക് എന്ന് പറയുന്ന ആർക്ക് ABC എന്ന് പറഞ്ഞു. ഈ 2 ആർക്സും കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് ഈ സർക്കിൾ ഫോം ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആംഗിൾ ABC എന്ന് പറയുന്നത് എന്താണ്? ഈ ADC എന്ന ആർക്കിൻ്റെ എൻഡിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റായി ബിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ABC എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആംഗിൾ ABC എന്ന് പറയുന്നത് എന്താണ്? ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ? ആംഗിൾ ADC ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിളാണ് എന്ത്? 100 ഡിഗ്രി അല്ലേ? ആംഗിൾ ADCയുടെ എൻസിൽ നിന്നും സർക്കിളിലെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ, അത് 100 ഡിഗ്രിയാണ്. അപ്പോൾ എന്താ പറയുക? ഹാഫ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ADC
അല്ലേ? ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എ ഡി സി സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ 100 ഡിഗ്രി. അപ്പോൾ ഹാഫ് ഇൻറ്റു 100 ഡിഗ്രി അതെത്രയാണ്? 50 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി എ ബി സി എന്ന ആർക്ക്, ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആർക്ക്, അത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? അതാണ് ഞാൻ ഇപ്പം മാർക്ക് ചെയ്തിട്ടുള്ള ഈ ആംഗിൾ. ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒ എന്ന പോയിന്റ് ചുറ്റുള്ള ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയാണ് അല്ലേ? കാരണം ആംഗിൾ അറൗണ്ട് പോയിന്റ് 360 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഭാഗമായ 100 ഡിഗ്രി പോയാൽ ബാക്കിയുള്ള ഭാഗമാണ് ഈ സെൻട്രൽ ആംഗിൾ വരുന്നത് അല്ലേ? അപ്പോൾ എന്ത് പറയാം? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ ബി സി ഈസ് ഈക്വൽ ടു എന്താണ്? 360 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി അല്ലേ? ടോട്ടൽ 360 ഡിഗ്രിയിൽ നിന്നും ഈ 100 ഡിഗ്രി പോയാലുള്ള ബാക്കി ഭാഗമാണ് ആംഗിൾ എ ബി സിയുടെ സെൻട്രൽ ആംഗിൾ. അത് എത്രയാണ്? 260 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ആംഗിൾ എ ഡി സി എന്താണ്? ആർക്ക് എ ബി സിയുടെ എൻസിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റായ ഡിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ എ ഡി സി. അത് ഈ സെൻട്രൽ ആംഗിൾ എ ബി സിയുടെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കെന്ത് പറയാം? ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ ബി സി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ ബി സി എന്താണ്? നമ്മൾ കണ്ട് 260 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു 260 ഡിഗ്രി ദാറ്റ് ഈസ് എത്ര? 260 ഡിഗ്രി ബൈ 2 അതെത്രയാണ്? 130 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ഡി സി എത്രയാണ്? 130 ഡിഗ്രി. ഇനി നമുക്ക് സെക്കൻഡ് പിക്ചർ നോക്കാം. സെക്കൻഡ് പിക്ചറിലും 2 ആർക്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആർക്സ്? ഈ പി ക്യു ആർ എന്ന വലിയൊരു ആർക്കുണ്ട്, പിന്നെ പി എസ് ആർ എന്ന ഒരു ആർക്കുണ്ട് അല്ലേ? ഈ പി ക്യു ആർ എന്ന ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. അതെന്താണ്? 240 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും എന്ത്? ഈ പി ക്യു ആർ എന്ന ആർക്ക് സർക്കിളിലെ ഒരു പോയിന്റായ എസ്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് ആംഗിൾ പി എസ് ആർ അല്ലേ? ആംഗിൾ പി എസ് ആർ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് പി ക്യു ആർ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് പി ക്യു ആർ എന്താണ്? 240 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു 240 ഡിഗ്രി അതെത്രയാണ്? 120 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ പി എസ് ആർ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഈ പി എസ് ആർ എന്ന ആംഗിൾ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഞാൻ ഈ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് പി എസ് ആർ ഇതെത്രയാണ്? ടോട്ടൽ ഒരു പോയിന്റിന് ചുറ്റുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. അപ്പോൾ ടി എന്ന പോയിന്റിന് ചുറ്റുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. അതിൽ 240 ഡിഗ്രി എന്ന് പറയുന്ന ഈ പി ക്യു ആറിൻ്റെ സെൻട്രൽ ആംഗിളാണ്. പി ക്യു ആർ എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ്. അപ്പോൾ പി എസ് ആറിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്ന ഈ 360 ഡിഗ്രിയിൽ നിന്നും 40 ഡിഗ്രി പോയതാണ് അല്ലേ? അതായത് 360 ഡിഗ്രി മൈനസ് 240 ഡിഗ്രി അതെത്രയാണ്? 120 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ 120 ഡിഗ്രിയാണ് പി എസ് ആർ എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, ഇത്ര ആംഗിൾ 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി ക്യു ആർ എന്ന് പറയുന്നത് എന്താണ്? ഈ ആർക്ക് പി എസ് ആർ സർക്കിളിലെ ഒരു പോയിന്റായ ക്യൂവിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ പി ക്യു ആർ. അപ്പോൾ ആംഗിൾ പി ക്യു ആർ എന്ന് പറയുന്ന ഈ പി എസ് ആറിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ? സോ ആംഗിൾ പി ക്യു ആർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് പി എസ് ആർ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു പി എസ് ആറിൻ്റെ സെൻറ്റർ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു 120 ഡിഗ്രി അതെത്രയാണ്? 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ച്